ഹായ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ പുതിയൊരു ബ്യൂട്ടി ടിപ്പായിട്ടാണ് വന്നിരിക്കുന്നത്. നിങ്ങൾക്ക് അറിയായിരിക്കും ശവന്നാറിപ്പൂവ് എന്ന് പറയുമ്പോഴത്തേക്കും നിത്യകല്യാണി എന്ന് പറയും, ഉഷമലരി എന്ന് പറയും, അങ്ങനെ കുറേ പേരൊക്കെ അതിന് പറയും. നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്നത് ശവന്നാറിപ്പൂ എന്നാണ് യൂസ് ചെയ്യാറ്. എനിക്ക് തോന്നുന്നു എല്ലാവരും കോമൺ ആയിട്ട് മിക്കവരും കൂടുതലും അങ്ങനെയായിരിക്കും കേട്ടിട്ടുണ്ടാവുക. അപ്പോൾ നമ്മുടെ ശവന്നാറിപ്പൂവ് വയലറ്റ് കളർ കിട്ടും, റോസ് കളർ ഉണ്ടാകും, വെള്ള കളറിൽ കാണാൻ പറ്റും, അങ്ങനെ കുറേ കളേഴ്സും അതിൻ്റെ കാണാൻ പറ്റാറുണ്ട്. അപ്പോൾ ഞാൻ ഇന്ന് ഇതിൻ്റെ ഒരു ബ്യൂട്ടി ടിപ്പാണ് ഞാൻ പറയാൻ പോകുന്നത്. നമുക്ക് വീട്ടിലൊക്കെ എങ്ങനെയായാലും ഉണ്ടാവും, പറമ്പിൽ എവിടെയൊക്കെ ഉണ്ടാവും. ഒരു ചെറിയ കഷ്ണം കൊണ്ടൊന്ന് നട്ടു വെച്ചാലും കാട് പോലെ പിടിക്കുന്ന സാധനമാണ്. നമ്മുടെ വീട്ടിലൊക്കെ നട്ട് വളർത്തി കഴിഞ്ഞാൽ ഒരുപാട് ബെനിഫിറ്റ്സ് ഉണ്ട്, നമ്മുടെ ആരോഗ്യത്തിനൊക്കെ ഒരുപാട് ഗുണമുണ്ട്. അതൊന്നും ഞാൻ ഇവിടെ പറയുന്നില്ല. ഇതിൻ്റെ ബ്യൂട്ടി ടിപ്സ് എന്താണ്, എങ്ങനെ ഇത് നമ്മുടെ സ്കിന്നിൽ യൂസ് ചെയ്യുന്നത് മാത്രമാണ് ഞാൻ പറയുന്നുള്ളൂ. അപ്പോൾ വീട്ടിലേക്ക് കിടക്കുന്നതിന് മുമ്പായിട്ട് ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ളൊരു ബെല്ലൈക്കൺ ഉണ്ട്, അതുകൂടെ അമർത്താൻ മറക്കരുത്. അതിൽ ഓൾ ഓപ്ഷൻ നിൽക്കാൻ മാത്രമേ ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുള്ളൂ, മിസ് ചെയ്യാതെ കാണാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ ചെടി. ഇതിനെ നിത്യകല്യാണി എന്ന് പറയും, ഉഷമലരി എന്ന് പറയും, ശവന്നാറിപ്പൂ എന്ന് പറയും. കൂടുതലും നമ്മൾ ശവന്നാറിപ്പൂ എന്നാണ് യൂസ് ചെയ്യാറ്. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ ചെടി. ഇതിൻ്റെ വേരും പൂവും ഇലയും എല്ലാം നമ്മൾ യൂസ് ചെയ്യും. ഹെൽത്ത് ഇഷ്യൂസിനാണ് വേര് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് വേണ്ടത് പൂവും ഇലയും മാത്രമാണ്. അപ്പം നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഇപ്പം ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു സിറം പോലെയാണ്, അല്ലെങ്കിൽ ഒരു ടോണർ പോലെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്ന രീതിയിലാണ് ഇപ്പോൾ ഞാൻ ഉണ്ടാക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് ഫേസ് പാക്കിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാം, അതിലും കുഴപ്പമില്ല. ഞാനിപ്പോൾ കൂടുതൽ അതിൻ്റെ ഒരു റിസൾട്ട് കിട്ടാൻ വേണ്ടിയിട്ടുള്ള രീതിയിലാണ് ചെയ്യുന്നത്. അപ്പോൾ അതിന് ഞാൻ ഇതിൻ്റെ പൂവും ഇലയും എല്ലാം ഏൽപ്പിച്ചിടുകയാണ്. ഞാൻ ചെറിയൊരു കൊമ്പ് എടുത്തിട്ടുള്ളൂ, കാരണം ഒരൊറ്റ യൂസിന് വേണ്ടിയിട്ട് മാത്രമേ ഞാൻ എടുക്കുന്നുള്ളൂ. നിങ്ങൾക്ക് വേണമെങ്കിൽ കൂടുതൽ എടുത്തിട്ട് സ്റ്റോർ ചെയ്ത് വെക്കാവുന്നതേ ഉള്ളൂ. ഒരു ഒരാഴ്ച 2 ആഴ്ച വരെയൊക്കെ ഫ്രിഡ്ജിൽ നിങ്ങൾക്ക് ഈ ഇത് സെറം ഉണ്ടാക്കി നിങ്ങൾക്ക് വയ്ക്കാൻ പറ്റും, കുഴപ്പമൊന്നും ഇല്ലാതിരിക്കും. വെളിയിൽ വെക്കുകയാണെങ്കിൽ ഒരു 2-3 ദിവസം കഴിയുമ്പോഴേക്കും ഇതിൻ്റെ ഒരു സ്മെല്ലങ്ങ് മാറും. അപ്പോൾ അതുകൊണ്ട് ഫ്രിഡ്ജിൽ വെച്ച് സൂക്ഷിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അധികം എടുക്കാം. ഇതിപ്പോൾ ഞാൻ ഒറ്റ യൂസിനുള്ളത് എടുക്കുന്നുള്ളൂ. പിന്നെ ഇതിൻ്റെ ഈ തണ്ടുണ്ടല്ലോ, അത് ഞാൻ എടുക്കുന്നില്ല. ഇലയും പൂവും മാത്രമേ ഞാൻ പിച്ചെടുക്കുന്നുള്ളൂ. തണ്ട് വലിയ യൂസൊന്നും ഉള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല, അപ്പോൾ അതുകൊണ്ട് ഞാൻ അതെടുക്കുന്നില്ല. ഇതിൻ്റെ വേരൊക്കെ നിങ്ങൾക്ക് ഹെൽത്ത് ഇഷ്യൂസിനൊക്കെ യൂസ് ചെയ്യുന്നു പറയുന്നു. അത് എനിക്ക് കൃത്യമായിട്ട് അറിയത്തില്ല. അതിനെന്തോ ഡോസേജൊക്കെ കറക്റ്റായിട്ടില്ലെങ്കിൽ നെഗറ്റീവായിട്ട് ബാധിക്കും. അപ്പോൾ അതുകൊണ്ട് അതൊന്നും ഞാൻ പറയുന്നില്ല. ഞാനിതിപ്പോൾ ഇത്രയാണ് എടുത്തിട്ടുള്ളത്. ഇത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സിയിൽ അരച്ചെടുക്കണം. നിങ്ങൾക്ക് കല്ലിൽ അരയ്ക്കാമെങ്കിൽ കല്ലിൽ അരച്ച് പേസ്റ്റ് പോലെ തന്നെ ഫേസിൽ അപ്ലൈ ചെയ്യാം കേട്ടോ, ഒരു കുഴപ്പമില്ല. പക്ഷേ ഞാൻ ചെയ്യുന്നത് ഇപ്പോൾ ഒരു ടോണർ പോലെ അല്ലെങ്കിൽ ഒരു സെറം പോലെയൊക്കെ അപ്ലൈ ചെയ്യാവുന്ന രീതിയിലാണ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ മിക്സിയിൽ ഇതൊന്ന് അടിച്ചെടുക്കുകയാണ്. മിക്സിയിൽ നന്നായിട്ടൊന്നും അരഞ്ഞ് കിട്ടില്ല, കാരണം കുറച്ചല്ലേ ഇട്ടുള്ളൂ. അപ്പോൾ അതുകൊണ്ട് മാക്സിമം അരയ്ക്കാൻ പറ്റുന്ന പോലെ ഞാൻ അരച്ചെടുത്തിട്ടുണ്ട്. അതിന് നീരാണ് നമുക്ക് ആവശ്യം. അപ്പോൾ അതുകൊണ്ട് ഒരുപാട് അങ്ങ് അരഞ്ഞ് കിട്ടിയില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഞാൻ ഇതൊരു ബൗളിലേക്ക് മാറ്റാം. കണ്ടോ, ഇതുപോലെ നമുക്ക് നീര് കിട്ടിയാൽ മതി. ഇതിപ്പോൾ ഒരു തവണത്തേക്കൊക്കെ യൂസ് ചെയ്യാനുള്ള നീരുണ്ട് ആവശ്യത്തിന്. അപ്പോൾ ഞാൻ അത്ര എടുത്തിട്ടുള്ളൂ. നിങ്ങൾക്ക് ആവശ്യത്തിൽ കൂടുതൽ വേണമെങ്കിൽ ഉണ്ടാക്കി വെക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല കേട്ടോ. നിങ്ങളത് ഫ്രിഡ്ജിൽ സൂക്ഷിച്ചാൽ മതി, 1-2 ആഴ്ച വരെയൊക്കെ ഇരുന്നോളും. ഇനി ഇതെങ്ങനെ അപ്ലൈ ചെയ്യുന്നതെന്ന് നോക്കാം. ഞാനിപ്പോൾ മിക്സിയിൽ അടിച്ച് ആണ് എടുത്തത്. അപ്പോൾ നിങ്ങൾ കണ്ടല്ലോ, മിക്സിയിൽ അടിച്ചെടുത്തത് ഇതുപോലെ കിട്ടും. നന്നായിട്ടൊന്നും അരിഞ്ഞ് കിട്ടില്ല മിക്സിയിലായതുകൊണ്ട്. നമുക്ക് അതിൻ്റെ നീരാണല്ലോ ആവശ്യം. ഇപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ അത് കല്ലിൽ അരയ്ക്കാൻ ഓക്കെ ആയിട്ടുള്ളവർക്കാണെങ്കിൽ കല്ലിൽ അരച്ചത് അതുപോലെ തന്നെ അപ്ലൈ ചെയ്യാം. ഇതുപോലെ അടിച്ചെടുത്തിട്ട് അതിൻ്റെ നീര് ഇതുപോലെ ഒരു കോട്ടൺ ബോളിൽ ഇതുപോലെ നീര് കോട്ടൺ ബോളിൽ എടുക്കുക. അപ്പോൾ അതിന് മുമ്പായിട്ട് നിങ്ങൾ ഫേസ് വാഷ് ചെയ്യുക. എന്ത് ഫേസ് പാക്കോ സെറോ എന്ത് സാധനം അപ്ലൈ ചെയ്യുമ്പോഴും ഫേസ് വാഷ് ചെയ്തിട്ട് മാത്രം ചെയ്യുക. അല്ലാതെ നിങ്ങൾ കുളി കഴിഞ്ഞ് പൗഡറൊക്കെ ഇട്ട് കഴിഞ്ഞിട്ട് അതിൻ്റെ മേളിൽ കൂടെ ഒന്നും അപ്ലൈ ചെയ്തിട്ട് കാര്യമില്ല. ഫേസ് നല്ല ക്ലീൻ ആക്കിയിട്ട് ചെയ്യുക. ഇപ്പം ഞാൻ ജസ്റ്റ് കണ്ണ് എഴുതിയിട്ടുണ്ടെന്ന് മാത്രമേ ഉള്ളൂ, ഫേസിലൊന്നും അപ്ലൈ ചെയ്തിട്ടില്ല. അപ്പോൾ ഇതുപോലെ കോട്ടൺ ബോളിൽ എടുക്കുക. കോട്ടൺ ബോളിൽ എടുത്തിട്ട് ഇതുപോലെ അപ്ലൈ ചെയ്ത് കൊടുക്കുക. കുറച്ചുകൂടെ അടുത്തിരിക്കും. കോട്ടൺ ബോൾ എടുത്തിട്ട് ഇതുപോലെ അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഈ നീരിങ്ങനെ പയ്യെ ഡാബ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. ഇങ്ങനെ ഒരുപാട് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഈ പഞ്ഞി കോട്ടൺ ആയതുകൊണ്ട് ഇത് അമങ്ങി ആ നീരങ്ങ് ഓടണങ്ങ് പോവും. ഇങ്ങനെ പയ്യെ അപ്ലൈ ചെയ്ത് കൊടുക്കുക. സെറമൊക്കെ അപ്ലൈ ചെയ്യില്ല, അതുപോലെ അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഇത് ഇങ്ങനെ മാത്രമല്ല, ഇതിൻ്റെ പൂവ് കണ്ടല്ലോ, ഇതിൻ്റെ പൂവ് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് കൈകൊണ്ട് ഞെരടി ഒന്ന് ചതച്ച് ഇതാക്കി എടുത്തിട്ട് അത് നമ്മുടെ ഇങ്ങനെ കുരു ഇങ്ങനെ പഴുത്ത് നിൽക്കുന്ന കുരുവൊക്കെ ഉണ്ടല്ലേ, അതൊക്കെ കൊണ്ട് ഇങ്ങനെ പേസ്റ്റ് ചെയ്ത് വെക്കുകയാണെങ്കിൽ പെട്ടെന്ന് അത് മാറി കിട്ടും. അതിൻ്റെ പാട് പോലും ഇല്ലാതെ പെട്ടെന്ന് തന്നെ അത് ഉണങ്ങി അങ്ങ് പോവും.
അപ്പോൾ ഇതുപോലെ കോട്ടണിലെടുത്ത് ഇതിൻ്റെ നീര് അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഇനി അതുമല്ല നിങ്ങൾക്ക് പേസ്റ്റ് പോലെ അപ്ലൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ നീര് നന്നായിട്ട് അങ്ങ് എടുത്തിട്ട് കണ്ടോ, ഇതിൽ ഒരുപാട് ഞാനിപ്പോൾ കുറച്ചല്ലേ എടുത്തുള്ളൂ, എന്നാലും കണ്ടോ നീര് നല്ലപോലെ നീര് ഇതിൽ കിട്ടും. ഞാനിപ്പോൾ ഇത് കണ്ടോ ഇവിടെ വന്ന് കിടക്കുന്നുണ്ടോ, ഞാനിപ്പോൾ കുറച്ചെടുത്തു. ഈ നീരിലേക്ക് കുറച്ച് മുൾട്ടാണി മട്ടിയോ അല്ലെങ്കിൽ കടലമാവോ, ഒരുപാടല്ല ഒരു ഇത്തിരി നീര് കൂടുതൽ നിൽക്കണം. അപ്പോൾ അതാണെങ്കിൽ നമുക്ക് അപ്ലൈ ചെയ്യാൻ എളുപ്പമാണല്ലോ. അത് പേസ്റ്റ് ചെയ്ത് മുഖത്ത് അപ്ലൈ ചെയ്ത് കൊടുക്കുക. എന്നിട്ടൊരു 20-30 മിനിറ്റ് വെച്ചിട്ട് ജസ്റ്റ് മസാജ് ചെയ്തിട്ട് വാഷ് ചെയ്ത് കളയുക. ഇങ്ങനെ ചെയ്യുന്നത് നമ്മുടെ മുഖത്ത് റിങ്കിൾസിന്, പിഗ്മെൻറ്റേഷന്, ബ്ലെമിഷസ് മാറാൻ, നമ്മുടെ മുഖക്കുരുവിൻ്റെ സ്പോട്ട് ഉണ്ടല്ലോ, ഡാർക്ക് സ്പോട്ട് കിടക്കുന്നത്, അത് മാറാൻ ഇതിനൊക്കെ ഭയങ്കര എഫക്റ്റീവാണ്. ഒരുപാട് പേർക്കൊന്നും അറിയാൻ പാടില്ല. നമ്മൾ ഈ ശവന്നാറിപ്പൂവ് കാണുമ്പോഴത്തേക്കും ഒന്നുകിൽ പറിച്ച് കളയും, അല്ലെങ്കിൽ ഒരു മൈൻഡ് ഇല്ലാത്തൊരു നമ്മൾ അധികം മൈൻഡ് ചെയ്യാത്തൊരു ചെടിയാണല്ലോ. അതായത് നമ്മൾ കൊണ്ടുവന്ന് നട്ട് പിടിപ്പിക്കാനൊക്കെ അങ്ങനെ വലിയ ആഗ്രഹം കാണിക്കാത്തൊരു ചെടിയാണല്ലോ. പക്ഷേ ഇത് നട്ട് പിടിപ്പിക്കുകയാണെങ്കിൽ കാട് പോലെ വളരും. അതുപോലെ നമുക്ക് ഒരുപാട് ഗുണങ്ങളും ഉണ്ട്. നമുക്കിതുപോലെ യൂസ് ചെയ്യാലോ, നമ്മുടെ മുഖത്ത് ഒക്കെ ഇടാം. ഇത് വെള്ളത്തിലിട്ട് ചൂടാക്കി കുടിക്കുന്ന ശരീരത്തിന് ഭയങ്കര നല്ലതാണെന്ന് പറയുന്നു. പക്ഷേ അതിൻ്റെ ഡോസേജ് ഒക്കെ കറക്റ്റ് അല്ലെങ്കിൽ സൈഡ് എഫക്റ്റ് ഉണ്ടാവും. അതുകൊണ്ട് അതൊന്നും ഞാൻ പറയുന്നില്ല, എനിക്ക് അറിയാൻ പാടില്ല ഹെൽത്തിന് എങ്ങനെയാണെന്ന് ഞാൻ പറയുന്നില്ല. ബ്യൂട്ടി ടിപ്പ് മാത്രമാണ് ഞാൻ പറയുന്നുള്ളൂ. ഇങ്ങനെ യൂസ് ചെയ്യുന്നത് റിങ്കിൾസ് മാറാനും മുഖക്കുരു മാറാനും, മുഖത്ത് പഴുത്ത് നിൽക്കുന്ന കുരുവാണെങ്കിൽ ഇതിൻ്റെ പൂവ് അരച്ച് പേസ്റ്റ് ചെയ്യുന്നത് അത് മാറാനും നല്ലതാണ്. ഒരു പാട് പോലും ഇല്ലാതെ നല്ല ക്ലിയർ സ്കിന്നായിട്ട് കിട്ടുമെന്നാണ് പറയുന്നത്. കണ്ടിന്യൂസ് ഒന്ന് കുറച്ച് ദിവസം യൂസ് ചെയ്യുകയാണെങ്കിൽ. ഞാനിപ്പോൾ യൂസ് ചെയ്ത് തുടങ്ങിയിട്ടേ ഉള്ളൂ. അപ്പോൾ എങ്ങനെയുണ്ടെന്ന് നോക്കാം. നോക്കിയിട്ട് റിസൾട്ട് ഉണ്ടെങ്കിൽ ഞാൻ ഒന്നുകൂടെ ഇതിൻ്റെ വീഡിയോ ഇത് തന്നെ ചെയ്യാനല്ല പറഞ്ഞ്, റിസൾട്ട് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഞാനത് കാണിച്ചു തരാം. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾ ഇതുപോലെ നീരായിട്ട് അപ്ലൈ ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളവരാണെങ്കിൽ ഇതിൻ്റെ ഒപ്പം കുറച്ച് മുൾട്ടാണി മട്ടിയോ കടലമാവോ എന്തെങ്കിലും ഒരു ഇത്തിരി ചേർത്തിട്ട് പേസ്റ്റ് പോലെ അപ്ലൈ ചെയ്യാം. എന്നിട്ട് സാധാരണ പാക്ക് വെക്കുന്ന പോലെ തന്നെ വെച്ചാൽ മതി. നിങ്ങൾ ഏതായാലും ഒന്ന് ആഴ്ചയിലൊരു, നിങ്ങളുടെ വീട്ടിലൊക്കെ ഉണ്ടെങ്കിൽ 2-3 ദിവസം ആഴ്ചയിൽ അപ്ലൈ ചെയ്ത് നോക്കുക. നല്ല റിസൾട്ട് കിട്ടുന്ന സാധനമാണ്. ആരും ഇനി ശവന്നാറി പൂവ് കാണുമ്പോഴത്തേക്കും വലിച്ചു കളയാതെ നിൽക്കുകയോ മൈൻഡ് ചെയ്യാതെ വിട്ടിട്ട് കളയൊന്നും ചെയ്യണ്ട. എല്ലാവരും ഒരു ചെറിയ കഷ്ണമാണെങ്കിലും വീട്ടിൽ നട്ടു വയ്ക്കുക. ഒരുപാട് വളരും, നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഇപ്പോൾ ലോക്ക്ഡൗൺ ടൈമൊക്കെ അല്ലേ, നിങ്ങൾക്ക് സിമ്പിളായിട്ട് യൂസ് ചെയ്യാമല്ലോ. ഒരു ഫേസ് പാക്ക് ഇതുപോലെ സിമ്പിളായിട്ട് യൂസ് ചെയ്യാമല്ലോ. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അങ്ങനെയാണെങ്കിൽ മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നതുവരെ ബൈ.